അങ്ങനെ ഈമാനുള്ളവരുടെ ഏറ്റവും മനോഹരമായ പെരുന്നാൾ സുദിനം മീലാദ് മുബാറക്, ഹബീബായ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഏറെ പരിശുദ്ധമായൊരു ദിവസത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടൊരു കാര്യം, വളരെ രഹസ്യമായി ആരും അറിയാതെ നിങ്ങളും പടച്ചവനും മാത്രം അറിഞ്ഞാൽ മതി, അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മുത്ത റസൂലിൻ്റെ നോട്ടം ഈ പരിശുദ്ധമായ ദിവസം നിങ്ങൾക്ക് കിട്ടും. കിട്ടിയ നമ്മൾ ലക്കിയല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ 1 കോടി സ്വലാത്ത് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി 3 കോടിയിൽ പരം സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. ആ സ്വലാത്തുകളൊക്കെ മദീനയിലെ രാജകുമാരന് ഹദിയ ചെയ്ത് നമുക്ക് ദുആ ചെയ്യണ്ടേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാ, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും അള്ളാഹു സമ്മാനമായി തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ മീലാദ് നമ്മളിലേക്ക് വന്നടഞ്ഞു അല്ലേ? ത്വലഅൽ ബദ്റു അലൈന മിൻ സനിയാതിൽ വദാ വജബ ശുക്റു അലൈന മദാ ലില്ലാഹി ദാ. പൂർണ്ണചന്ദ്രൻ നമ്മിലേക്ക് പ്രകാശവുമായി കടന്നു വന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇത് പെരുന്നാളാണ്. കാരണം ചെറിയ വലിയ പെരുന്നാളുകളെക്കാൾ ഏറെ സന്തോഷം നൽകുന്ന ദിവസമാണിന്ന്. കാരണം എന്താ? ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ അള്ളാഹു സൃഷ്ടിക്കാൻ കാരണക്കാരാരാ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മുത്തിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായൊരു ദിവസം പടച്ചോനെ നീ ഞങ്ങൾക്ക് തന്നല്ലോ അല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സർവ്വസ്വത്തെക്കാളും പ്രണയിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയാ? ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അബൂബക്കറെ, നിങ്ങളുടെ സമ്പത്ത് ദീനിന് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെയും സമ്പത്ത് ഉപകരിച്ചിട്ടില്ല കേട്ടോ. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കിടന്ന് കരയാ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഇപ്പോൾ നിങ്ങളിൽപ്പെട്ട ഒരാൾ, ഇപ്പോൾ ഒരാളുടെ പേര് പറയാം, നിങ്ങൾ ഒരു ഫാത്തിമ എന്ന് പറയുന്ന ഒരാളുടെ നോക്കുക. ഫാത്തിമ, നിങ്ങളുടെ സമ്പത്ത് നമ്മുടെ റസാ വ്ളോഗ്സിന് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടേതും ഉപകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെയൊന്നും ഇല്ല ഉസ്താദേ, ഞാനൊക്കെ പണ്ട് ഇങ്ങനെ കൊടുത്ത് ശീലമുള്ളവരാ, പിന്നെ പ്രയാസം അനുഭവിക്കണവർ എവിടെ കണ്ടാലും പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് കൊടുത്തു പോകും. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് റസൂൽ ഇത് പറയുമ്പോൾ സിദ്ദീഖ് തങ്ങളിങ്ങനെ പൊട്ടിക്കരയാം. എന്താണ് അബൂബക്കറെ? ഒന്നുമില്ല നബിയെ, അബൂബക്കറിൻ്റെ പൈസ എന്നങ്ങ് പറഞ്ഞല്ലോ, ഇത് അബൂബക്കറിൻ്റെ അല്ലല്ലോ, അങ്ങയുടേതല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നത് എന്താ? അതായത് നമ്മൾ ഉണ്ടാക്കിയ പൈസ എന്നുള്ള സംഗതി ഒന്നും ഇവിടെ ഇല്ല, എല്ലാം റസൂലുള്ളാൻ്റെതാണ്. സർവസ്വവും റസൂലുള്ളാഹിക്ക് കൊടുത്തപ്പോൾ ആ റസൂലുള്ള നമ്മളെ പടച്ചോൻ്റെ അടുത്തേക്ക് എത്തിച്ചു. അങ്ങനെയാണ് ബന്ധം ക്ലിയർ ആവുക. മനസ്സിലായോ? ഗാർ സൗറിൽ എല്ലാ പൊത്തുകളും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ അടയ്ക്കുന്നുണ്ടല്ലോ അല്ലേ? അവസാനം ഇങ്ങനെ കാല് നീട്ടിയിട്ട് സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ഇരിക്കുക, മുത്തുനബി തങ്ങൾ മടിയിൽ കിടക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പാമ്പ് വന്നിട്ട് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിങ്ങനെ കൊത്തുന്നുണ്ട് അല്ലേ? കാലനക്കിയില്ല. കാരണം ലോക നേതാവിൻ്റെ തലയാണ് അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലിലിരിക്കണത്. അവിടെ ഞാനെന്ന സംഗതിയില്ല. അപ്പോൾ പെട്ടെന്ന് പക്ഷെ കണ്ണിന് പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണീര് വീണുപോയി. സുബ്ഹാനല്ലാഹ്. മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ കണ്ണീര് വീണപ്പോൾ റസൂലുള്ളാഹി ഞെട്ടി എണീക്കാണ്. എന്ത് പറ്റി അബൂബക്കർ സിദ്ദീഖ്? ഒന്നുമില്ല നബി, ഒന്നുമില്ല. ക്ഷമിക്കണോട്ടോ നബിയെ. അതായത് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതൊന്നും എനിക്കൊരു പ്രയാസമല്ല. പിന്നെ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്തിനാ? എൻ്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണീര് വീണിട്ട് അങ്ങയുടെ ഉറക്കം തടസ്സമായില്ലോ നബിയെ, അതിനാണോ പറഞ്ഞത്? മനസ്സിലായോ? അബൂബക്കറെ കാലിൽ എന്തെങ്കിലും പറ്റുമോ? അതിനിത് അബൂബക്കറിൻ്റെ കാലല്ലല്ലോ നബി. അബൂബക്കറിന് എന്ത് പറ്റാനാ? അബൂബക്കറിന് അതിനൊന്നുമില്ലല്ലോ, എല്ലാം അങ്ങയുടേതല്ലേ നബിയേ. സയ്യിദുനാ അബൂബക്കറിൻ്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ ഒരു പ്രണയം ഉണ്ടല്ലോ, എല്ലാം റസൂലുള്ളാഹിൻ്റെത്, എല്ലാം റസൂലുള്ളാഹിക്ക് അല്ലേ? ആ ഹബീബിലേക്ക് അത്രമേൽ ലയിച്ച് ജീവിച്ച സ്വഹാബത്ത് അള്ളാനെ അറിഞ്ഞു. അള്ളാനെ അറിയാനുള്ള മാധ്യമമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ അറിഞ്ഞില്ലെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പരിശുദ്ധമായ മീലാദ് ദിനത്തിൽ ഏറ്റവും മനോഹരമായ അമലുകളുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഏറ്റവും
വ്യക്തിപരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞു, പിണങ്ങി നിൽക്കുന്നവരൊക്കെ വിളിക്കുക, മുത്തുനബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത് മാത്രമല്ലാന്നേ, നമ്മളോട് റസൂലുള്ള ചോദിക്കുന്നുണ്ട്, മക്കളെ നിങ്ങൾ എൻ്റെ പേരിൽ സ്വതക്ക ചെയ്യാൻ തയ്യാറാണോ? ഇല്ലേ? ഈ പരിശുദ്ധമായ ദിനത്തിൽ മുത്തുനബിയോട് ഇഷ്ടമുള്ള ആളുകൾ പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരാൾ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടാവും, ഇല്ലേ? അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഹദിയ മുത്ത് റസൂലിൻ്റെ പേരിൽ, ആരും അറിയണ്ട, ഒരു നല്ലൊരു ഹദിയ നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് മാറ്റി വെച്ചത് മുത്തുനബിയുടെ പേരിലൊന്ന് കൊടുത്തു നോക്കിയേ, ആ കാര്യവും നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരൂലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമ്മുടെ റിലീഫ് പദ്ധതി ഉണ്ടല്ലോ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരിലേക്ക് സഹായം എത്തുന്നുണ്ട്. ഒരു പാവപ്പെട്ട ഉസ്താദിനെ നമ്മൾ ഏറ്റെടുത്തതാണ്. അൽഹംദുലില്ലാഹ്. അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു രഹസ്യമായി ആരും അറിയണ്ട, നിങ്ങൾ അള്ളാഹി മാത്രം അറിഞ്ഞാൽ മതി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്തുണ്ട്. അള്ളാഹു വല്ലാത്ത അനുഗ്രഹം ഈ പരിശുദ്ധ മീലാദ് ദിവസത്തിൽ തന്നെ നമുക്ക് തരും. അത് ആസ്വദിക്കാൻ അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു കോടി സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. എനിക്കിന്നിങ്ങനെ ശരീരം ഇങ്ങനെ കോരിധരിക്കുന്നുണ്ട്. കാരണം ഈ സമയത്തെ പ്രഭാത സമയത്ത് മുത്ത് റസൂലുള്ളാഹിൻ്റെ ഹദറത്തിലേക്ക് നമ്മൾ 1 കോടി പറഞ്ഞപ്പോൾ 3 കോടിയിൽ പരം സ്വലാത്ത് എല്ലാവരും കൂടെ ചൊല്ലിയിട്ട് നമ്മളത് ഹദിയ ചെയ്യുന്ന നിമിഷമാണല്ലോ. ചില ആളുകൾ 25,000, ചിലർ 10,000, ചിലർ 1000, ചിലർ 100. ഏറ്റവും കുറവ് അങ്ങനെയാണ് ഇല്ലേ? ചില ആളുകൾ 50,000, ചിലർ 1 ലക്ഷം, ചിലർ 3 ലക്ഷം, ചിലർ 4 ലക്ഷം, ചിലർ 8 ലക്ഷം, കുടുംബക്കാർ മൊത്തം കൂടെ 10 ലക്ഷം. അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ സ്വലാത്തൊക്കെ ഇങ്ങനെ നിരന്തരം ലക്ഷക്കണക്കിന് സ്വലാത്ത്. യാ റബ്ബി, എൻ്റെ ഹബീബ് അത് കണ്ട് സന്തോഷിക്കണം. വേണ്ടേ? ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹബീബിൻ്റെ തിരുനോട്ടം നമുക്ക് കിട്ടണം. നമുക്ക് ഇൻഷാ അല്ലാഹ് ആദ്യം തന്നെ അശറഖ ബൈത്തങ്ങ് ചൊല്ലാം. അധികം നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇന്നിപ്പോൾ മീലാദായതുകൊണ്ട് എല്ലാവർക്കും തിരക്കുകളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാഗതം ചെയ്ത് അശറഖ ബൈത്ത് ചൊല്ലി നമുക്കൊന്ന് ദ്വാരക്കാം അല്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദി ഔവൽ മഹിദരായി പാടച്ചു വെച്ച മുഹമ്മദാർ, ബദറിലും ബദലെങ്കിടുന്നോരെ കാണുവാൻ വിധിയേകല്ലാ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മക്ക മണ്ണിലെ താരമേ പതി റൗള വാഴുന്ന സൂനമേ, ഇഷ്ഖറിയാതെ പബി പാടുന്നു സ്നേഹഗീതവും കേൾക്കണേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറ മണ്ണിൽ അണയും നേരത്ത് കൈവെടിയല്ലേ യാ നബി, മൗത്തിൻ നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെൻ്റെ വാരിദി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ, സ്വർഗത്തിൽ കൂടെ ചേർക്കണേ. അതിമോഹമാണെന്നറിയാം തങ്ങളെ, കൈവെടിയല്ലേ ഞങ്ങളെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور, مثل حسنك ما رأينا قط يا وجه السرور. الصلاة والسلام عليك يا رسول الله,
الصلاة والسلام عليك يا حبيب الله أنت شمس أنت بدر أنت نور فوق نور أنت إكسير وغالي أنت مصباح الصدور الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله قلبي തട്ടിയിട്ട് ചൊല്ലണം കേട്ടോ, ഈമാനോടെ ചൊല്ലണം. من رأى وجهك يسعد يا كريم الوالدين حوضك صافي المبرد وردنا يوم نشوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ما رأينا العيسى حنت بالصورة إلا إليك والغمام قد أضلت والملا صلوا عليك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وأتاك العود يبكي وتذلل بين يديك واستجارك يا حبيبي عندك اللبي نفور صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم حينما شدوا المحامل وتنادوا للرحيل جئتهم والدمع سائل قلت قف لي يا دليل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم وتحمل لرسائل أيها الشوق الجزيل الله نحوها تلك المنازل في العشايا والبكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم
الله كل من في الكون هاموا فيك يا باهي الجبين الله ولهم فيك غرام واشتياق وحنين الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم الله في معانيك الأنام قد بدت حائرنا الله أنت لي رسلي ختام أنت للمولى شكور الله يا نبي سلام عليكم يا رسول سلام عليكم الله يا حبيب سلام عليكم صلوات الله عليكم عبدك المسكين يرجو فضلك الجم الغفير فيك قد أحسنت ظني يا رسول الله يا بشير يا نذير يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله فأغثني وأجرني يا مجير من السعير يا غياثي يا ملاذي يا رسول الله في ملمات الأمور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله فاز عبد قد تملى وانجلى عنه الهموم فيك يا بدر تجلى يا رسول الله فلك الوصف الحسين يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله ليس أزكى منك أصلا قدت يا جد الحسين فعليك الله صلى يا رسول الله دائما طول الدهور يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله صلوات الله عليكم يا حبيب الله يا ولي يا الحسنات يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفيرا عني ذنوبي واغفرا لي سيئاتي صلى الله على محمد صلى الله عليه وسلم
أنت غفار الخطايا والذنوب الموبقات صلى الله على محمد صلى الله عليه وسلم أنت ستار المساوي ومقيل العثرات صلى الله على محمد صلى الله عليه وسلم عليم سري وأخفى مستجيب الدعوات صلى الله على محمد صلى الله عليه وسلم ربنا ارحمنا جميعا بجميع الصالحات آمين 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 يا رب العالمين ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് തരണേ അല്ലാഹ്. ഹബീബ് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സദസ്സിനെ നീ മാറ്റി തീർക്കണേ അല്ലാഹ്. പഠിച്ചോൻ ഒരുപാട് ദുആവസിയത്തുകൾ ഇന്നലെ 20 മിനിറ്റ് സമയം കൊടുക്കാനാണ് ഞാൻ അഡ്മിൻസിനോട് പറഞ്ഞത്. അവർ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് ഓഫാക്കിയെങ്കിലും ചാറബറ പ്രൈവറ്റ് ആയിട്ട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ആയിരക്കണക്കിന് ദുആവസിയത്തുകൾ. പക്ഷേ ഒരു 100 പേര് പറയുന്നത് ഒരു വിഷയമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും വിഷയങ്ങളൊന്ന് ക്ലബ് ചെയ്തിട്ട് കുറച്ച് ദുആവസിയത്തുകൾ നമുക്ക് വായിക്കാം. ബാക്കി അള്ളാഹുവിനെ അറിയാലോ, റബ്ബുൽ ആലമീൻ ഇതൊക്കെ കാണുന്നവരല്ലേ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു നീക്കി തരട്ടെ. കൽബ് നന്നാകാൻ അള്ളാഹു നന്നാക്കി തരട്ടെ. മകന് ജോലി എളുപ്പമാകാൻ അള്ളാഹു ഹൈറായ തൊഴിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുറാദുകൾ ഹാസുലാകണമെന്ന് പറഞ്ഞവർ എന്താണോ മനസ്സിലുള്ള മുറാദുകൾ അതെല്ലാം അള്ളാഹു ഹാസുലാക്കി തരട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉമ്മ, ബാപ്പ, മക്കള്, ഭർത്താവ്, ഭാര്യ തുടങ്ങിയ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അള്ളാഹു പരിപൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. കല്യാണം നടക്കാത്തവരുണ്ട്, അള്ളാഹുവേ നീ ഹൈറായ ഇണകളെ എളുപ്പമാക്കണേ തമ്പുരാനെ. സ്വന്തമായി വീടില്ല, പണ്ട് മുതലേ ഒരു വലിച്ചു കെട്ടിയ ഷെഡിലാണെന്ന് പോലും പറഞ്ഞ ആൾക്കാരുണ്ട്. അള്ളാഹുവേ നീ ഹൈറായ ഭവനം എളുപ്പത്തിൽ നൽകണേ അല്ലാ. കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ വീട്ടണേ അല്ലാ. അതുപോലെ മദീന കാണാൻ കൊതിക്കുന്നവർ യാ റബ്ബി ആ മദീനയിൽ ചെന്ന് കൽബിൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ഹബീബിനെ ആസ്വദിക്കാൻ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അതുപോലെ തന്നെ PCOD കൊണ്ട്, തൈറോയിഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ആജിലും കാമിലുമായ ശിഫാ നീ നൽകണേ അല്ലാ. ഭർത്താവിൻ്റെ സ്വഭാവം നന്നാകാൻ അതെപ്പോഴും ഒരു പ്രശ്നമാണ് അല്ലേ. അള്ളാഹു ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ സ്വഭാവം നന്നാക്കി തരുമാറാകട്ടെ. അതുപോലെ ഇഖാമ പുതുക്കി ലഭിക്കാൻ അള്ളാഹു നീ എളുപ്പാക്കണേ തമ്പുരാനെ. അതുപോലെ ഒരുപാട് പ്രവാസികളായ സഹോദരങ്ങൾ പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയകൾ ചെയ്തുകൊണ്ട് തന്നെ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രയാസങ്ങളൊക്കെ നീക്കി കൊടുക്കട്ടെ. പ്രത്യേകമായി ഒരു സഹോദരൻ 5000 രൂപ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽപ്പെട്ട വളരെ അടുത്തൊരാൾ, പേര് പറഞ്ഞില്ല, അദ്ദേഹം ജയിലിലാണ്. എത്രയും പെട്ടെന്ന് മോചനം എളുപ്പമാകാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പത്തിൽ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, അവരുടെയൊക്കെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് മോചനം എളുപ്പമാക്കി തീർക്കുമാറാകട്ടെ. അതുപോലെ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും ആ മഹാഭാഗ്യം പലയാവർത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉസ്താദ് 25 വയസ്സിൽ എനിക്ക് സ്ട്രോക്ക് വന്നതാണെന്ന് പറയുന്നത്. അല്ലാഹുവേ നീ അതൊക്കെ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. ആരോഗ്യവും ആഫിയത്തും നൽകണേ തമ്പുരാനെ. അതുപോലെ പിശാച് ബാധ, ശൈത്താന്റെ ബാധ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ യാ റബ്ബി എല്ലാവരുടെയും പൈശാചികതകളെ നീ ബാത്തുലാക്കണേ തമ്പുരാനെ. ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിഫ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർ ഹൈറായ ജോലി നൽകണേ അല്ലാ. കുടുംബത്തിൽ അകൽച്ചയുള്ളവരെ നീ അടുപ്പിക്കണേ അല്ലാ. വീട്ടിൽ സമാധാനം നൽകണേ അല്ലാ. കേൾവിക്കുറവുള്ള മകന് സർജറി വേണമെന്ന് പറയുന്നേ അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫയാക്കണേ അല്ലാ. ഉദ്ദേശങ്ങളെല്ലാം നീ ഹാസുലാക്കണേ അല്ലാ. ആമവാദം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ അല്ലാ. നിസ്കാരം നിലനിർത്താൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണേ അല്ലാ. അതുപോലെ മകൻ അല്ലെങ്കിൽ മകള്, പല ആളുകളും പറഞ്ഞിട്ടുണ്ട് മക്കൾ ഹാഫിളാകാൻ, ദറസിലെ പഠനം പൂർത്തിയാക്കാൻ അതൊക്കെ നീ എളുപ്പാക്കി തരണേ തമ്പുരാനെ. ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാ. കാലിൽ ആണിരോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാ. കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ നീ എളുപ്പാക്കണേ അല്ലാ. അതുപോലെ മറ്റൊരു സഹോദരി ബാംഗ്ലൂരിൽ അവരൊരു കഫേ നോക്കി വെച്ചിട്ടുണ്ട്.
അത് ഹൈറാണെങ്കിൽ പടച്ചോനെ നീ അത് അവർക്ക് എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഷെറാണെങ്കിൽ ഹൈറായ മറ്റൊന്ന് നീ അവരിലേക്ക് നൽകണേ അല്ല. അതുപോലെ കടം കൊടുത്തത് തിരിച്ചു ലഭിക്കാൻ മാർഗ്ഗങ്ങൾ നീ എളുപ്പാക്കണേ അല്ല. സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ സിഹറുകൾ നീ ബാത്തുലാക്കണേ അല്ല. ഉപ്പ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ, എന്താണോ ഹൈർ നീ അത് എളുപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഉപ്പയുടെ ആണ്ട് ഉമ്മയുടെ ആണ്ടാണെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. യാ റബ്ബി, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ വാപ്പക്കുമ്മക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. ഗവൺമെന്റ് ജോലി ലഭിക്കാൻ അല്ലാഹുവേ നീ എളുപ്പാക്കണേ. മക്കളുടെ വാശി മാറാൻ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണയല്ല. ടെൻഷൻ നീങ്ങാൻ നീ ഖൽബിൽ സമാധാനം നൽകണയല്ല. മക്കളുടെ പഠനങ്ങളിൽ നീ പുരോഗതി നൽകണയല്ല. മക്കളില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണയല്ല. കല്യാണം ഉറപ്പിച്ചു ഭംഗിയായി നടത്താൻ നീ എളുപ്പാക്കി കൊടുക്കണേ തമ്പുരാനെ. മുത്തുനബിയെ കാണാൻ യാ റബ്ബി ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അങ്ങനെ ആയിരക്കണക്കിന് ദുആവസ്യത്തുകൾ, അത് വായിച്ചാൽ പിന്നെ സ്വഭാവ ലെയറിൽ അത് തന്നെ നമുക്ക് പറയേണ്ടി വരും. എല്ലാം റബ്ബുൽ ആലമീൻ കാണുന്നവനാണ്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരുമാറാകട്ടെ. 3 കോടിയിൽ പരം സ്വലാത്തായിട്ടുണ്ട്. അൽഹംദുലില്ലാ. എല്ലാ കൊല്ലം അങ്ങനെയാണ്. 1 കോടി പറഞ്ഞാലും അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ചൊല്ലിത്തീർക്കുന്നത്. അല്ലാഹുവേ, അവർക്കൊക്കെ വലിയ പദവി നീ നൽകണേ അല്ല. ദാരിദ്ര്യം നൽകല്ലേ അല്ല. അപകടം നൽകല്ലേ അല്ല. നീ എളുപ്പാക്കണേ തമ്പുരാനെ. ഒരു 11 സ്വലാത്തും കൂടെ ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ഇന്നലെ രാത്രി നമ്മൾ ചൊല്ലിയില്ലേ, മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അപ്പം ഇന്ന് മീലാദ് റാലിയൊക്കെ ഉണ്ട്. എല്ലാവരും റാലിയിൽ പുരുഷന്മാരൊക്കെ പങ്കെടുക്കുക. അതൊക്കെ കാണാൻ എല്ലാവരും ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ലാ, അതൊക്കെ ഭംഗിയായി നടത്തുക. ആ മൗലിദിലൊക്കെ പങ്കെടുക്കുക. എല്ലായിടങ്ങളിലും അല്ലാഹു മുത്ത് ഹബീബിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ തെളിച്ചം നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സറിഞ്ഞ് ആമീൻ പറയണം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ദ്വാരക്കണം. പരിശുദ്ധമായ സദസ്സ് മുത്തുനബി കണ്ട് സന്തോഷിക്കുന്ന ഒരു സദസ്സായി അല്ലാഹു മാറ്റി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. തിരുനോട്ടം തരണേ അല്ലാഹ്. മുത്തുനബിയുടെ കാവലേകണേ അല്ലാഹ്. മുത്തായ തങ്ങൾ തിരിഞ്ഞു നോക്കുന്ന മുത്തഖീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. മുത്തുനബി തങ്ങൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് വിളിക്കുമ്പോൾ ആ വിളി കേൾക്കുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. മദീന കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. മദീന വെറുതെ കണ്ടാൽ പോരാ, ഖൽബിന്റെ കണ്ണുകൊണ്ട് റസൂലുള്ളാനെ ആസ്വദിച്ചുകൊണ്ട് ആ മദീനയൊന്ന് കാണാൻ, ആ മദീനയൊന്ന് നോക്കി നിൽക്കാൻ, കോടാനുകോടി സ്വലാത്തുകളങ്ങ് മദീനയിൽ ചെന്ന് വർഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ കനവിലൊന്ന് കാണാൻ വല്ലാത്ത കൊതിയാണ് അല്ലാഹ്. ഹബീബായ തങ്ങളെ കാണാത്ത കണ്ണെന്തിനാണ് റബ്ബേ? ആ ഹബീബായ തങ്ങളുടെ പൂമുഖമൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. സാധുക്കളാണ്, ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് അല്ലാഹ്. തങ്ങളെ കാണാതെ മരിപ്പിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ കോടിക്കണക്കിന് സ്വലാത്തുകൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചൊല്ലിയിട്ടുണ്ട്. ചൊല്ലാൻ കഴിയുന്നതിന്റെ പരമാവധി അവർ ചൊല്ലിയിട്ടുണ്ട്. യാ റബ്ബി, നിന്റെ റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് അതിന്റെ മിസ്ൽ സവാബ്
സവാബ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ നബിദിനത്തില് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തൊക്കെ റസൂലുള്ളാഹിക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഹബീബായ തങ്ങളത് കണ്ട് സന്തോഷിക്കുന്ന അവസ്ഥ തരണേ അല്ലാ. ഹബീബിന്റെ ഖൽബിൽ ഞങ്ങൾക്കൊരു സ്ഥാനം നൽകണേ അല്ലാ. ഹബീബായ തങ്ങള് തിരിഞ്ഞു നോക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. കഅബാലയം ഒന്ന് തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിലൊന്ന് സഈ ചെയ്യാൻ, ജംറകളിലൊന്ന് കല്ലെറിയാൻ, മഖാമു ഇബ്രാഹീമിന്റെ പിന്നിലൊന്ന് നിസ്കരിക്കാൻ, പടച്ചവനെ ഹജറുൽ അസ്വദ് ഒന്ന് വാരിപ്പുണരാൻ, എല്ലാത്തിലും ഉപരി താജ്ദാരേ മദീന സർവരേ ആലം സർക്കാരെ ദുആലം നൂറേ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള, ആ റൗളയൊന്ന് കൺകുളിർക്കെ കാണാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാ. യാ റബ്ബന ഞങ്ങളുടെ കൽബ് നന്നാക്കണേ അല്ലാ. തെറ്റുകളുടെ തോന്നിയവാസങ്ങളുടെ ഹറാമുകളുടെ കൂത്തരങ്ങാണ് റബ്ബേ, ശുദ്ധീകരിക്കണേ അല്ലാ. മുത്തുനബിയോടുള്ള പ്രണയം നൽകണേ അല്ലാ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ട് നിറയ്ക്കണേ അല്ലാ. ആ കൽബിൽ നീ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, സ്വസ്ഥത നൽകണേ അല്ലാ. ഞങ്ങൾ കുടുംബക്കാർക്കിടയിൽ ഐക്യം നൽകണേ അല്ലാ. അയൽപക്ക ബന്ധങ്ങൾ ഭംഗിയാക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സമാധാനം തരണേ അല്ലാ. ഇണകളെ നീ നന്നാക്കണേ അല്ലാ. കള്ളുകുടിയന്മാരുണ്ട്, നേർവഴിയിലാക്കണേ അല്ലാ. അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോയവരുണ്ട്, കാവലേകി നന്നാക്കണേ അല്ലാ. നീ നന്നാക്കണേ ചമ്പുരാനെ. പരുക്കൻ സ്വഭാവക്കാരുണ്ട്, അവരുടെ ഹൃദയത്തിൽ നീ അലിവ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ സമാധാനമേകണേ അല്ലാ. ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ നന്നാക്കണേ അല്ലാ. പടച്ചവനെ കൺകുളിർമയേകുന്ന സന്താനങ്ങളാക്കണേ അല്ലാ. ആ മക്കളെ കാണുമ്പോഴെല്ലാം സന്തോഷത്തിന്റെ കണ്ണുനീർ പൊഴിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. സങ്കടപ്പെടുത്തല്ലേ അല്ലാ. പൊന്നുമക്കള് കാരണം നാണം കെടേണ്ട അവസ്ഥ നൽകല്ലേ അല്ലാ. നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. പഠനങ്ങളിൽ പാഠ്യേതര വിഷയങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. മുത്ത് റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ സന്തോഷിച്ചതിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ പലരും അസുഖബാധിതരാണ്, പലരും ICUവിലാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, വെന്റിലേറ്ററിലാണ്. എല്ലാവർക്കും നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. ഖൈർ എന്താണോ അത് നീ എളുപ്പമാക്കണേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലയല്ല, ക്യാൻസർ ട്യൂമർ തന്ന് പരീക്ഷിക്കല്ലയല്ല. അത്തരം രോഗങ്ങളുള്ളവരുണ്ടെങ്കിൽ പരിപൂർണ സൗഖ്യം നൽകണയല്ല. പലരുടെയും കിഡ്നി തകരാറിലാണ്, ശിഫാ കൊടുക്കണയല്ല. ലങ്സിന് ബുദ്ധിമുട്ടുണ്ട്, സൗഖ്യം നൽകണയല്ല. നട്ടല് വേദനയുണ്ട്, കൈകാൽ വേദനയുണ്ട്, ആമവാദം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ തലവേദന, കൈവേദന, കാലുവേദന, അങ്ങനെ തുടങ്ങി ശ്വാസം മുട്ടൽ കൊണ്ട് പലവിധ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എന്തെല്ലാം രോഗങ്ങളുണ്ടോ എല്ലാം നീ ശിഫയാക്കണയല്ല, എല്ലാം നീ ശിഫയാക്കണയല്ല. എല്ലാത്തിലുമുപരി ഞങ്ങളുടെ കൽബിനെ ബാധിച്ച രോഗം, അഹങ്കാരം എന്ന രോഗം, ഹസദ് എന്ന രോഗം, അസൂയ എന്ന രോഗം, ആർത്തി എന്ന രോഗം, കാമം എന്ന രോഗം, എല്ലാ രോഗങ്ങളെയും തകർത്തെറിഞ്ഞ് നിന്റെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നീ നിറയ്ക്കണയല്ല. ഈ സ്വലാത്ത് ഒരെണ്ണമെങ്കിലും ചൊല്ലിയവർ ഈ സദസ്സിലുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ നീ ദാരിദ്ര്യം നൽകല്ലയല്ല, സാമ്പത്തിക അഭിവൃദ്ധി നൽകണയല്ല, മറ്റൊരുത്തന്റെ മുമ്പിൽ പോയി ഇരക്കേണ്ട ഗതികേട് നൽകല്ലയല്ല. പടച്ചവനെ ഇസ്സത്ത് നൽകണയല്ല. പെട്ടെന്ന് കുടുംബത്തിൽ ഒരു അത്യാവശ്യം വരുമ്പോ കയ്യിൽ പൈസയില്ലാത്ത, ബറക്കത്തില്ലാത്തൊരവസ്ഥ തന്ന് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലയല്ല. നീ സമ്പത്തിന്റെ കവാടം തുറന്നു തരണയല്ല. പടച്ചവനെ നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണയല്ല. നിന്നെ മറന്നു പോകാത്ത നിലക്ക് നീ ഞങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിപ്പിച്ചു തരണയല്ല. യാ റബ്ബനാ, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങൾ ഏറ്റെടുക്കണയല്ല. കടക്കാരനായി മരിപ്പിക്കല്ലയല്ല. മരിച്ചു മയ്യത്തായി കിടക്കുമ്പോ കടം തന്ന ആളുകൾ വന്ന് മയ്യത്തിന് വില പറയുന്ന ഗതികേട് നൽകല്ലയല്ല. പടച്ചവനെ നാണം കെടുന്നൊരവസ്ഥ നൽകല്ലയല്ല. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. പടച്ചവനെ ഖൈറായ ഹലാലായ വരുമാനം നൽകണയല്ല. നീ ഖൈറായ ഹലാലായ വരുമാനം നൽകണയല്ല. യാ റബ്ബനാ, യാ റബ്ബനാ. പടച്ചവനെ, ജയിലിൽ അന്യായമായി പെട്ടുപോയവരുണ്ട്, ഹദിയകൾ ചെയ്തവരാണ്. യാ റബ്ബി, അന്യായമായി ജയിലിൽ പെട്ടവരാണ്. നീ മോചനം നൽകണയല്ല, നീ മോചനം നൽകണയല്ല.
പ്രവാസികളുണ്ട്, ഖൈർ നൽകണേ അല്ലാ. പ്രവാസ ലോകത്ത് സമാധാനം നൽകണേ അല്ലാ. ഇഖാമ പുതുക്കി നൽകണേ അല്ലാ. പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, വിസയുടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, എല്ലാവർക്കും നീ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണേ അല്ലാ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, വീടില്ലാത്തവരുണ്ട്, വീടെന്ന സ്വപ്നത്തിന് വേണ്ടി കരഞ്ഞ് 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 സുജൂദിൽ കിടക്കുന്നവരുണ്ട്. യാ റബ്ബി, അവർക്ക് നീ വീടെന്ന സ്വപ്നം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാ. എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറഞ്ഞാലും ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഖൈറായ ഭവനം നീ നൽകണേ തമ്പുരാനെ. യാ റബ്ബനാ, സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ. എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ ഞങ്ങളുടെ മനസ്സിൽ ഈ സദസ്സിലിരിക്കുമ്പോഴുണ്ടോ, എല്ലാ ദുആ വസിയ്യത്തുകളും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഇന്ന് ഖബറിലാണ്. പടച്ചവനെ, ഖബറിൽ എന്താണ് അവസ്ഥ എന്ന് ഞങ്ങൾക്കറിയില്ല. എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ മോചനം നൽകണേ അല്ലാ. റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് മോചനം നൽകണേ അല്ലാ. മുത്തായ തങ്ങളുടെ കാവലേകണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല. പടച്ചവനെ, ഈമാൻ സലാമത്താക്കണയല്ല. പുത്തൻവാദികളിൽ പെട്ടുപോകുന്നതിൽ നിന്ന് കാവലേകണയല്ല. ഞങ്ങൾക്ക്, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് അഹ്ലുസുന്ന വൽ ജമാഅയിൽ ജീവിച്ച് അടിയുറച്ച് ജീവിച്ച് അഹ്ലുസുന്ന വൽ ജമാഅയിലായി വിട പറയാൻ മുത്ത് ഹബീബിന്റെ പുഞ്ചിരിക്കുന്ന പൂവദനം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ലോകത്ത് നിന്ന് പുഞ്ചിരിച്ച് വിട പറയാൻ നീ തൗഫീഖ് നൽകണയല്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമാക്കല്ലയല്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലയല്ല. നിസ്കാരം നിലനിർത്താനുള്ള തൗഫീഖ് നൽകണയല്ല. പടച്ചവനെ, നിനക്ക് തഖ്വയോടെ നിസ്കരിക്കാൻ തൗഫീഖ് നൽകണയല്ല. വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ കൊടുക്കണയല്ല. പടച്ചവനെ, വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണയല്ല. മക്കളില്ലാതെ പൊട്ടിക്കരയുന്നവരുണ്ട്, എത്രയോ കൊല്ലമായി ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ നൽകണയല്ല. എത്രയോ നാളായി പലവിധ പരീക്ഷകൾ എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി നൽകണയല്ല. ഖൈറായ തൊഴിൽ നൽകണയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, എന്തെല്ലാം മുറാദുകൾ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ടോ, കൽബിലുണ്ടോ, അതൊക്കെ നീ അറിയുന്നവനാ. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. നിനക്കൊരു ഉറക്കം പോയിട്ട് തൂങ്ങിയ ഉറക്കം പോലും ഇല്ലല്ലോ റബ്ബേ. എല്ലാം അറിയുന്ന റബ്ബേ, എല്ലാ പ്രയാസങ്ങളും നീക്കണയല്ല. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, PCOD കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, തൈറോയിഡ് കൊണ്ട്, ഷുഗർ കൊണ്ട്, പ്രഷർ കൊണ്ട്, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ഇതൊക്കെ നീ ബാത്തിലാക്കണയല്ല. പടച്ചവനെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ദിവസം ഞങ്ങളുടെ മരണ ദിവസമാക്കണയല്ല. മരണ ദിവസമാക്കണയല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം ഞങ്ങളുടെ മരണ ദിവസമാക്കണയല്ല. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോ ആരാരും തുണയില്ലാത്ത സമയത്ത് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണയല്ല. മുത്തിന്റെ തിരുനോട്ടം തരണയല്ല. ഹൗദുൽ കൗസർ തരണയല്ല. ഹബീബാൽ സ്നേഹിക്കപ്പെടുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണയല്ല. ഈ റബീഉൽ അവ്വൽ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണയല്ല. അനുകൂലമാക്കണയല്ല. മുത്തായ തങ്ങളോടുള്ള പ്രണയം നൽകണയല്ല. ഞാൻ വല്ല ദുആ വസിയത്തും മറന്നിട്ടുണ്ടെങ്കിൽ നീ മറക്കാത്തവനാണല്ലോ അല്ലാഹ്. ഹാസുലാക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഈ റിലീഫ് പദ്ധതിയിലേക്ക് മുത്തുനബിയുടെ പേരിൽ ഇന്ന് രഹസ്യമായി ഹദിയ ചെയ്യുന്നവരുണ്ട്. യാ റബ്ബി, അതൊക്കെ നീ സ്വീകരിച്ച് മുത്തായ തങ്ങളുടെ പൊരുത്തം തരണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. آمين برحمتك يا أرحم الراحمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. والسلام عليكم ورحمة الله.